പ്രശാന്തേട്ട, രാകേഷ് ടിക്കായത്ത് ഇവിടെയുള്ള നമ്മുടെ സകല ഇസ്ലാമിസ്റ്റുകളും ലെഫ്റ്റ് ലിബറലുകളും എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രാകേഷ് ടിക്കായത്ത് എന്ന് പറയുന്നത്. ശബരിമല പ്രക്ഷോഭത്തിൽ ശബരിമലയിൽ കയറിയ ബിന്ദു അമ്മിണി അടക്കം രാകേഷ് ടിക്കായത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന ചപ്പാത്തി പരത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ രാകേഷ് ടിക്കായത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. രാകേഷ് ടിക്കായത്തിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം രാകേഷ് ടിക്കായത്ത് ഇറക്കിയിരിക്കുന്നത്. ഈ രാകേഷ് ടിക്കായത്ത് കർഷക സമരവുമായിട്ട് വന്നപ്പോൾ പല ആൾക്കാരും പറഞ്ഞതാണ് ഈ കർഷക സമരത്തിന് പിന്നിൽ കാനഡയിൽ നിന്നുള്ള ഫണ്ടാണ്, ഇതിന് പിന്നിൽ ഒരു ടൂൾ കിറ്റുണ്ട്, ഇതിന് പിന്നിൽ ഖലിസ്ഥാൻവാദികളാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞതാണ്. അതിനുശേഷം കർഷക സമരം രാജ്യത്തെ തകർക്കാനുള്ള വലിയൊരു സമരമായിട്ടാണ് ഇവർ അഴിച്ചുവിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അതിന് പറയാനായിട്ടുള്ളൊരു കാരണം, എപ്പോഴും ന്യൂനപക്ഷങ്ങളെ നരേന്ദ്രമോദിക്കെതിരെ തിരിച്ചുവിടാനാണ് ഈ ഗ്ലോബൽ ലോബികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലോബൽ ലോബികൾ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ നരേന്ദ്രമോദിക്കെതിരെ തിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പൗരത്വ നിയമം വന്നപ്പോഴെല്ലാം നമ്മളത് കണ്ടതാണ്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ന്യൂനപക്ഷങ്ങളെ തിരിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി കൂടുതൽ ശക്തനാകുകയുള്ളൂ എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. ബാലിയെപ്പോലെയാണ്. അതായത് ബാലിക്കിയുടെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന ആളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെ എപ്പോഴൊക്കെ മുസ്ലിം സമുദായങ്ങൾ നരേന്ദ്രമോദിയുമായി ഒരു ദ്വന്ദ്വത്തിന് തയ്യാറാകുന്നുവോ ആ സമയത്തെല്ലാം നരേന്ദ്രമോദി കൂടുതൽ ശക്തനാകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് നരേന്ദ്രമോദിക്കെതിരെ തിരിച്ചു വരണം. അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു കർഷക സമരം എന്ന് പറയുന്നത്. കർഷക ബില്ല് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പല ആൾക്കാരും കർഷക ബില്ല് കീറി മുറിച്ച് പരിശോധിച്ചു. അമേരിക്കയടക്കം കർഷക ബില്ല് മോശമല്ല എന്ന് പറഞ്ഞു. കാരണം അമേരിക്ക കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണല്ലോ. കർഷക ബില്ല് മോശമല്ല എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും വകവയ്ക്കാതെ കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ടു. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമെല്ലാം ട്രാക്ടറുകൾ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നീങ്ങി. പാർലമെൻറ്റിലേക്കായിരുന്നു ആദ്യം നീങ്ങാനായിട്ടുള്ള ശ്രമം നടന്നത്. പക്ഷേ കർഷക സമരം ഗ്രാജുവലി സമരത്തിൻ്റെ ഗതി മാറി. ബംഗ്ലാദേശിൽ എങ്ങനെയാണോ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഗതി മാറിയത്, അതുപോലെ കർഷക സമരത്തിൻ്റെ ഗതി മാറി. അതൊരു ദേശവിരുദ്ധ സമരമായിട്ട് മാറി. അതായത് പൗരത്വ നിയമ ഭേദഗതി, കശ്മീരിലെ 370 അബ്രഗേഷൻ, ഇതിനെല്ലാം എതിർത്ത് നിന്നവർ കർഷക സമരം ഒരു ലാക്കായി കണ്ട് ഭൂരിപക്ഷ ജനത നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്നുവെന്ന് കണ്ട് കർഷകരും പട്ടാളക്കാരും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണെന്ന് പറഞ്ഞ് അവിടെ നരേന്ദ്രമോദിക്കെതിരെ വരികയും എന്നാൽ ആ സമരം പിന്നീട് രാജ്യവിരുദ്ധ കലാപമായി മാറുകയും ചെയ്തു. അങ്ങനെയാണല്ലോ ചെങ്കോട്ടയിൽ വന്നിട്ട് അവർ ഖലിസ്ഥാൻ കൊടിയൊക്കെ ഉയർത്തുന്നത്. അങ്ങനെ വലിയ വിഷയമായിരുന്നു. ഇപ്പോൾ അത് ഒതുക്കി തീർത്തു നരേന്ദ്രമോദി, അത് ഗംഭീരമായിട്ട് ഒതുക്കി തീർത്തു. പക്ഷേ ഇപ്പോൾ രാകേഷ് ടിക്കായത്ത് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് അന്നേ ആവർത്തിക്കേണ്ടതായിരുന്നു ഇന്ത്യയിൽ. അതിൻ്റെ ഒരു സൂചനയായിരുന്നു കർഷക സമരം. പക്ഷേ അത് നടന്നില്ല. ഇനിയെങ്കിലും ബംഗ്ലാദേശ് ഇവിടെ ആവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഇയാളെയൊക്കെ ഒതുക്കേണ്ട സമയം കഴിഞ്ഞില്ല. മോദി എന്താ ഇത് കേട്ടോണ്ട് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ കർഷക സമരത്തിൻ്റെ ഏതാണ്ട് ഒരു 3/4 ഭാഗവും എന്തായാലും ക്ലോസായി പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അതെന്ന് പറഞ്ഞാൽ കർഷക സമരം ന്യായമായിട്ടുള്ള ഒരു ബില്ല്, കർഷകർക്ക് സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് 60% വരുന്ന കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ്. ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ലോബിയുണ്ട്, ഇന്ത്യയിലായാലും ലോകത്തായാലും എവിടെയായാലും. അത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ തന്നെയും അവരിൽ കൂടെ ആയിരിക്കുമല്ലോ ഒരു ആ ലോബിയിൽ കൂടെ ആയിരിക്കും ഏത് വ്യവസായമായാലും. കൃഷിയും ഒരു വലിയ വ്യവസായമാണ്. നമ്മൾ കൃഷിക്കാരെന്ന് പറഞ്ഞ് കാണുമ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെടുക്കുന്ന തോളയിൽ ഒരു തൂമ്പായും വെച്ചുകൊണ്ട് പട്ടിണി കോലമായിട്ടുള്ള ഒരു കൃഷിക്കാരൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ടാണ് നമ്മൾ കൃഷിക്കാരെ കാണുന്നത്. എന്നാൽ 7 സീരീസ് ഓടിയും ബെൻസും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ 10,000-25,000-30,000 ഏക്കർ കൃഷിഭൂമിയുള്ളത് അവരത്തെ പാവത്യങ്ങളായിട്ടുള്ള കർഷകരെ കൊണ്ടുവന്ന് അവരെ നടത്തിച്ച് കൊടി പിടിപ്പിച്ച് നടത്തിയതാണ് ഈ കർഷക സമരം. യഥാർത്ഥത്തിൽ ഈ കർഷക സമരം അല്ലെങ്കിൽ ഈ കാർഷിക ബില്ല് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ 60% വരുന്ന വളരെ കുറച്ച് ഹെക്ടർ, അതായത് 5 ഹെക്ടർ 10 ഹെക്ടറിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൃഷി ഈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വില കിട്ടാനും അവർക്ക് ഉതകുന്ന രീതിയിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ് മണ്ഡി സമ്പ്രദായം അവസാനിപ്പിക്കുക. ഈ മണ്ഡി സമ്പ്രദായം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഒന്ന് പഞ്ചാബിൽ നമ്മുടെ BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള അകാലിദളായിരുന്നു. 2 ശരത് പവാറിൻ്റെ മഹാരാഷ്ട്ര ശരത് പവാർ. ഇവർക്ക് ഇവിടെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ 10,000 കോടി രൂപ ശരത് പവാറിന് ഒരു 13,000 കോടി രൂപയായിരുന്നു പഞ്ചാബിൽ മാത്രം മണ്ഡി സിസ്റ്റത്തിലൂടെ അവർക്ക് ഇടനിലക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മാസവരുമാനം. അപ്പം 13,000 കോടി രൂപ അവിടെ ഉണ്ടെങ്കിൽ ശരത് പവാറിന് അതിൻ്റെ ഇരട്ടിയായിരിക്കും. മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സമരം ഒരു കൊല്ലം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് 1 മാസത്തെ പൈസ മാറ്റി വെച്ചാൽ മതിയോ? ഒരു ദിവസം 1 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ 10 കോടി രൂപ. ഈ സമരത്തിൻ്റെ തുടക്കത്തിലുള്ള ഉദ്ദേശം പ്രധാനമായിട്ടും ഈ മണ്ഡി സമ്പ്രദായം കൊണ്ടുവന്ന് ഈ ലോബി സമരം അവർക്ക് ഈ സമരം അല്ലെങ്കിൽ ബില്ല് പൊളിച്ചു കൊടുക്കണം. അതിനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. അവരുടെ പൈസ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചു. അതിനകത്ത് പലരും വന്ന് സമരം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ സമരം തുടങ്ങുമ്പോൾ തന്നെ ഈ സമരം ഒരു കാലത്തും ബില്ല്
അവസാനിച്ചാൽ സമരം ബില്ല് ഗവൺമെന്റ് പിൻവലിക്കുന്ന രീതിയിലേക്കുള്ള സമരമുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ വലിയ പ്രശ്നം നടന്നു. പഞ്ചാബിൽ നിന്നുള്ള ഖാലിസ്ഥാൻവാദികൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നൊരു അതായത് ഈ സമരം ഒരുപക്ഷെ കർഷകർ ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവത്തുള്ളൂ, കർഷക ലോബിയുടെ കയ്യിൽ നിന്ന് സംഭവം പോകാതിരിക്കുമോ, മനസ്സിലാവുന്നുണ്ട്, അവിടെ വരുമാനം പോകാതിരിക്കും. അപ്പം അതിനുവേണ്ടിയുള്ള കാര്യമാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് അവരറിയാതെ തന്നെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ രാകേഷ് ടിക്കായത്ത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫ്രോഡാണ്. അയാൾക്ക് വളരെ വലിയ വരുമാനമുള്ള മനുഷ്യനും കൃഷിക്കപ്പുറം വേറെ ചില വ്യവസായങ്ങൾ ജന്മിയാണ്, വ്യവസായങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ കർഷക സമരത്തിന് രാജേഷ് ടിക്കായത്ത് പങ്കെടുക്കുന്നു അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതിനൊക്കെ മാറിയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ കളിയാണ്. കാരണം അയാൾ എന്താണെന്നുള്ള കാര്യവും ചലിച്ചാൽ അയാളെ ഏത് അവസ്ഥയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് യോഗി അവിടെ കാര്യങ്ങൾ നടത്തിയായിരുന്നു. അതുകൊണ്ടാണ് രാകേഷ് ടിക്കായത്ത് പ്രത്യക്ഷത്തിൽ ഇലക്ഷനുകൾ BJPക്ക് എതിരാവാതെ വന്നും ഇപ്പോഴത്തെ രണ്ടാമത്തെ കാർഷിക സമരം ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ 15-ാം തീയതി കാർഷിക അല്ല ട്രാക്ടർ റാലി ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഒക്കെ പുറകോട്ടുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അവസരത്തിൽ ഇന്ത്യ അല്ലെ ഒരു കാര്യം പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും രാജ്യവിരുദ്ധമായിട്ടും അറിയാതെയും പുള്ളി പറഞ്ഞു പോയതാണ്. കാരണം ഞാൻ പണ്ട് 2021 ജനുവരിയിൽ നടത്തിയ ട്രാക്ടർ റാലി നമ്മൾ പാർലമെന്റിലേക്ക് ആയിരിക്കണമായിരുന്നു. ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യം അന്നേ സംഭവിക്കണമായിരുന്നു ഇന്ത്യയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത് ഈ 15 കൊല്ലം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സമരം എന്നുള്ള സമരം ന്യായമാണെന്നും അത്തരത്തിലുള്ളൊരു സമരം കൃഷിക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായതാണെന്നും അത് ചെങ്കോട്ടയിലേക്കല്ല ഇവിടെ ഉണ്ടായിരുന്നു, പാർലമെന്റിലേക്ക് ഇടാൻ വേണ്ട എന്നുള്ള ഒരു സംസാരമാണ് സംസാരിച്ചത്. അല്ല, ഇവര് ഏത് സമരം തുടങ്ങിയാലും ആദ്യം പാർലമെന്റിലോട്ടാണ് പോകുന്നത്. ജാമിയ മില്ലിയിൽ നിന്ന് ആദ്യം വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ട് രാഷ്ട്രപതി ഭവൻ ഭേദിക്കാനുള്ള ഒരു ശ്രമം നടത്തി, അവിടെ നിന്ന് അടിച്ചോടിച്ച് വിട്ടതാണ്. അതെ, ഈ നമ്മളീ പറയുമ്പം ഇതിനകത്ത് പഞ്ചാബിൽ നിന്നുള്ള ഖാലിസ്ഥാൻവാദികൾ ഇതിനകത്ത് നുഴഞ്ഞു കയറി. ഖാലിസ്ഥാൻവാദികൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു വർത്തമാനമാണ് ഇപ്പോൾ കേട്ടത്. ഖാലിസ്ഥാൻവാദികൾ കോടാനുകോടി രൂപ അതിനകത്ത് മുടക്കി. ഖാലിസ്ഥാൻ വാദം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയെ തകർത്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് അതിനകത്ത് പഞ്ചാബിനപ്പുറം വേറെ ചില ഏരിയയൊക്കെ ഉണ്ട്. അപ്പം ഇത് കർഷക സമരം പൊളിക്കുന്നതിന് വേണ്ടി നമ്മൾ വിചാരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഭരണ രീതിയല്ല മോദിയുടെ. കർഷക സമരം അവിടെ നിന്നു, അതിനകത്ത് ആരൊക്കെ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കി അതിനുശേഷം ഖാലിസ്ഥാനിൽ നിന്ന് വരുന്ന ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് റോയൽ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള മിലിറ്ററി ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ളവരെടുത്തു. പിന്നെ ഈ കർഷക സമരം പൊളിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് റദ്ദാക്കുമെന്ന് പറഞ്ഞു. അതായത് ഖാലിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ മിക്കവാറും ഉള്ളവരെല്ലാം വെളിയിലാണ്. അപ്പം അവിടെ നിന്നുള്ളവർ ഇവിടെ വന്ന് ഇനി ഫണ്ടും ചെയ്ത് സമരം ചെയ്തിട്ട് ഇവർ തിരിച്ചു കയറി അങ്ങ് പോവുക, കേസ് മനസ്സിലാവുന്നത്. ഇനി സമരം ചെയ്താൽ കേസെടുക്കും, അതോടുകൂടി ആ സമരം അവിടെ പൊളിയുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം ഈ വീണ്ടും ഒരു കർഷക സമരം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ടിക്കായത്തിൻ്റെ മേളിൽ വരികയും ടിക്കായത്ത് ആ സമരം വേണ്ടി വന്നാൽ ഒരു കലാപത്തിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ ഭരണം മറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് പോകും. അത് CA സമരത്തിൻ്റെ കാലഘട്ടം നമ്മൾ വളരെ തവണ ചർച്ച ചെയ്തത്. CA സമരം അങ്ങനെയായിരുന്നു. അത് നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് വളരെ പതുക്കെ അതിനകത്തുള്ള ആൾക്കാരാരെന്ന് മനസ്സിലാക്കി ആ സമരം പൊളിച്ചു. അതിനുശേഷം ഈ സമരം അങ്ങനെയാണ്. ഇത് പൊളിക്കുന്നതിന് വേണ്ടി അവരുദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ട്രാക്ടർ റാലി കൊണ്ടുവന്ന് പ്രകോപനം ഉണ്ടാക്കി അല്ലെങ്കിൽ കൊടിമാറ്റി കെട്ടി പ്രകോപനം ഉണ്ടാക്കിയിട്ട് സമരം വയലൻസ് ആക്കി വെടിവെപ്പിച്ച് സമരത്തെ അതിൻ്റെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കലാപത്തിലേക്ക് കൊണ്ട്. പക്ഷേ എത്ര വയലൻസിന് ശ്രമിച്ചിടക്കുകയും ഗവൺമെൻറ് അതിലേക്ക് പോകാതെ അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നവരെ അതിൻ്റെ മർമ്മത്തിൽ പിടിച്ച് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട് റദ്ദാക്കുക, അല്ലെങ്കിൽ അവൻ്റെ അനധികൃതമായിട്ടുള്ള പണം ഇവിടുന്ന് വരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ഡീറ്റെയിലിംഗ് എടുത്താണ് ആ സമരം ഒതുക്കിയത്. ഇനിയും ഇത്തരത്തിൽ അവസരം വന്നാൽ ഇവരെല്ലാം കൂടെ ഒന്നിക്കുമെന്നുള്ളതിന് തെളിവാണ് ഈ പ്രസ്താവന. അല്ല, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി ഒരു കർഷക സമരത്തിന് സ്കോപ്പ് ഉണ്ടോ? അത് ഞാൻ ചോദിക്കാനുള്ള ഒരു കാര്യം. നരേന്ദ്രമോദി ഒന്നാമത്തെ ടേം വന്നു, നരേന്ദ്രമോദി മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ചു തിന്നുമെന്നുള്ള നെറേറ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ ടേമായി ആ നെറേറ്റീവ് ഒന്ന് കുറഞ്ഞു. മൂന്നാമത്തെ ടേമിൽ തീരെ അതില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ഉണ്ടെങ്കിൽ ഒരു 10% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിക്ക് ഒരു ഇമേജ് കൂടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ, ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ. എങ്കിലും അത് വോട്ടായി മാറില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തലപ്പത്തുള്ള ആൾക്കാരെ ഇവർ പറയൂ. എങ്കിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള നരേന്ദ്രമോദിയുടെ ആ ഒരു ബാഡ് ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വയനാട് നരേന്ദ്രമോദി വന്നപ്പോൾ നൈസ എന്ന് പറയുന്ന കുട്ടിയെ നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ച് ആ കുട്ടി ചെയ്തപ്പോൾ അതിന് നമ്മുടെ കേരളത്തിൽ കിട്ടിയ സ്വീകാര്യത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിൽ ആ വീഡിയോയ്ക്ക് സ്വീകാര്യത, അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പോലും നരേന്ദ്രമോദിയെ പൊഴുത്തിക്കൊണ്ട് കമൻറ്റ് ഇടുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ് ഇങ്ങനെയാണ്. ഇനി ഈ കർഷക സമരം, പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ നരേന്ദ്രമോദി അതിക്രമം അയച്ചു വിടുന്നു എന്ന രീതിയിലുള്ള സമരമൊന്നും നടക്കാൻ ഒരു സാധ്യത ഞാൻ വളരെ വലുതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡിൽ ഏറ്റവും വലിയൊരു സമരം രാജ്യം കണ്ടുതന്നെ. പക്ഷേ ഈ വഖഫ് ബോർഡിൻ്റെ ഈ ഭേദഗതി മോദിയുടെ ഫസ്റ്റ് ടേമിലാണ് വന്നിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൗരത്വ നിയമത്തെക്കാട്ടിലും അതിനേക്കാളും വലിയൊരു സമരം ഇവിടെ നടക്കുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല.
കർഷക സമരവും ഏകദേശം അസ്തമിച്ച മട്ടാണ്. ഇനി അത് വന്നു കഴിഞ്ഞാലും ഇവിടെയുള്ള ഭൂരിപക്ഷ ജനത തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഇനി വരാനായിട്ട് ഞാൻ കാണുന്നത് രാജ്യത്ത് ഒരു യുദ്ധം വരണം, അതിൽ നരേന്ദ്രമോദി പരാജയപ്പെടണം, അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഒരു പട്ടിണി വരണം. നരേന്ദ്രമോദി തോൽപ്പിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ വഴി. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരന്തരം അക്ഷീണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ജാതി സെൻസസ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് രാഹുൽ ഗാന്ധി കളിക്കുന്നുണ്ട്. ഇത് വരണം. അതുമല്ലെങ്കിൽ ഇപ്പോൾ കൊൽക്കത്തയിൽ നടക്കുന്നില്ലേ ആ പ്രക്ഷോഭം, രാജ്യത്തെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വലിയൊരു പ്രക്ഷോഭം പ്രതിപക്ഷം പ്ലാൻ ചെയ്ത് കൊണ്ടിറക്കണം. പക്ഷേ അത് നിർഭാഗ്യവശാൽ കൊൽക്കത്തയിലായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് രാകേഷ് ടിക്കായത്തിന് ഇനി പ്രസക്തിയുണ്ട്. അതിനകത്ത് ഈ രാകേഷ് ടിക്കായത്ത് എന്നുള്ളതല്ല, അതിനകത്ത് ധനുഷിന്റെ ഒരു ധാരണയ്ക്കകത്തുള്ള തെറ്റാണ്. ഒരു രാകേഷ് ടിക്കായത്തും അല്ലെങ്കിൽ മറ്റു ചിലരും ഒന്നുമല്ല ഈ കലാപാഹ്വാനം അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. കലാപ ആഹ്വാനത്തിന് പ്രത്യേക ഒരു അജണ്ട, ഒരു മുദ്രാവാക്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു മുദ്രാവാക്യം കലാപത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് കലാപമാകും. പറഞ്ഞു രാകേഷ് ടിക്കായത്തിനെ കർഷക സമരത്തിന്റെ മറവിൽ രാകേഷ് ടിക്കായത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ നോക്കി, സിയുടെ മറവിൽ ഒരു കലാപം ഉണ്ടാക്കാൻ നോക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടാള നിയമനത്തിന്റെ പേരിൽ മറ്റേ അഗ്നിവീറിന്റെ പേരിൽ നോക്കി. പക്ഷെ ഇതൊന്നും നടക്കാതെ വരുന്നു. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആ ബില്ലുണ്ടല്ലോ, നമ്മുടെ വഖഫ് ബോർഡ് ബില്ല്, വഖഫ് ബോർഡ് ബില്ലിന്റെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക, അതിന് സമയമായില്ലല്ലോ. അതിന്റെ പാർലമെന്ററി കമ്മിറ്റി ഇത് കഴിഞ്ഞിട്ട് ബില്ല് പാസ്സാക്കേണ്ട സമരം ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത് എല്ലാത്തിനും സമരം ചെയ്യാം. ന്യായോ അന്യായോ എന്നുള്ള കാര്യം ഇവിടുത്തെ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ അവൻ ബോധ്യപ്പെടുന്നതിനകത്തും താമസം വരും. ഇപ്പൊ ഇന്നലെ നടന്ന ബന്ദ് തീർന്നു തോന്നല്ലോ, ഇവിടെ ഒന്നും ഇല്ല. ആ ബന്ധിന്റെ കാര്യം എന്തോ, ആ ബന്ധം ദളിത് സംഘടനകൾ നടത്തിയ ബന്ധാണ്, ആദിവാസികൾ നടത്തിയ ബന്ധാണ്. ആ ബന്ധിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സംവരണം കിട്ടുന്നില്ല. എന്തിൻ്റെ പേരിൽ ആ സംവരണം കിട്ടുന്നില്ല? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വന്ന ഒരു ബിൽ, ഒരു ഇത് കണ്ടില്ലായിരുന്നു, ഒരു നിയമം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ സംവരണത്തിനകത്ത് കയറി സംവരണം ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ SC/ST അതിനകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് ജാതിയുണ്ട്, ഉപജാതിയുണ്ട്. അപ്പോൾ ഉപജാതിക്ക് ദളിതർ തന്നെ ഈ നമ്മുടെ നേരത്തെ രാഷ്ട്രപതി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം അതിദളിതനാണ്. അപ്പോൾ ഈ ദളിതന്റെ വീട്ടിൽ UP-യിൽ ഈ അതിദളിതനെ കയറ്റത്തില്ല, രാംനാഥ് കോവിന്ദ് കയറ്റത്തില്ല. അവരെ കണ്ടെത്തി അവർക്കാണ് ആദ്യം സംവരണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ സംവരണമല്ല, ഈ സംവരണത്തിനകത്ത് അവരെ ആദ്യം പ്രിഫർ ചെയ്യണമെന്ന് മുൻഗണന കൊടുക്കണം. 7-അംഗ ബെഞ്ചിനകത്ത് 6 പേര് അതിന് അനുകൂലമായിട്ട് എഴുതി ഒരാളാണ്. ഇതിന് ആരാണ് ഇതിന്റെ ആദ്യമേ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതെന്നറിയാമോ? ആരാ? രാഹുൽ ഗാന്ധി സുപ്രീം കോടതി വിധി ശരിയാണോ എന്ന് പരിശോധിക്കണം എന്ന് വെച്ചാൽ ആരും അറിയുന്നില്ല എന്തോന്നുള്ള കാര്യം. സുപ്രീം കോടതി വിധി എന്തോന്നുള്ള കാര്യം ഇപ്പം നമ്മൾ രണ്ടും പോലും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുകൊണ്ടായിരിക്കും നോക്കുന്നത്. സാധാരണക്കാരൻ സുപ്രീം കോടതി വിധി ഇവിടുത്തെ സാധാരണക്കാരൻ്റെ സംവരണത്തെ അട്ടിമറിക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സമരം. ഇത് നിങ്ങൾ പറഞ്ഞ ഞാനത് പറഞ്ഞോട്ടോ, ജാതി സെൻസസിന്റെ കാര്യം പറഞ്ഞു. ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന സാധനം പൊക്കിക്കൊണ്ടുവരുന്നതിന് പല മേഖലയിൽ നിന്നും സ്കോപ്പ് ഉണ്ടെന്നല്ല, അതിന്റെ ഒരു പ്രയോജനമാണ് കിട്ടിയതെന്ന് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ സീറ്റ് കൂടുതൽ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. ജാതി സെൻസസും ഈ ഒരു മുദ്രാവാക്യവും എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു നേതാവും ഇന്ത്യയിൽ പിന്നെ അധികാരത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ കൊണ്ട് കണ്ടാണ് ആ ഒരു സമരത്തിന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും ബലം വരാത്തത്. അല്ലാതെ നിർത്തിവെച്ചത് കൊണ്ടല്ല. ഇതിനകത്ത് ഈ ഡീപ് സ്റ്റേറ്റ് പോലെയും അല്ലെങ്കിൽ സോറസ് പോലെയും ഉള്ളവരുടെ ഒരു മുദ്രാവാക്യം തന്നെയാണിത്. ഇതിനൊരു താത്തൊരു കൺഫ്യൂഷനുണ്ട്. ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒക്കെ എടുത്തുകൊണ്ട് വന്ന VP സിംഗിൻ്റെ അവസ്ഥ അറിയാം. ധനുഷ്, നമ്മൾ ഇപ്പോഴും പറയുമ്പം യഥാർത്ഥത്തിൽ പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഏറ്റവും കൂടുതൽ ദളിതനും അല്ലെങ്കിൽ ആദിവാസികളും ഒക്കെ ഉള്ള ഈ രാജ്യം ഇപ്പോഴും കൈയാളുന്നത് സവർണവനും സമ്പത്തുള്ളവനും തന്നെയാണ്. അപ്പം ഇത് വന്നു കഴിയുമ്പോഴത്തേന് ഈ ദളിതനാണോ ആർക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പാവത്തിന് ഈ 60% വരുന്നവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഈ 10% അല്ലെങ്കിൽ 20% നിൽക്കുന്ന ആൾക്കാരാണ്. ആ വോട്ട് മാറ്റിക്കളയും. ആ ഒരു കൺഫ്യൂഷൻ എന്ന് തീർന്നു. അത് ഈ ജാതി സെൻസസ് കൊണ്ട് ഗുണമുണ്ടാകുന്ന തോന്നുന്നു. നാളെ പ്രക്ഷോഭം തുടങ്ങും ഇവിടെ. അത് ശക്തി പ്രാപിക്കുകയും ചെയ്യും. കാരണം ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചത് അങ്ങനെയാണ്. കാരണം ഇവിടുത്തെ സാധാരണക്കാരനെ പങ്കെടുപ്പിച്ചപ്പോഴാണ് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരം ഇതായത് ക്ലച്ച് പിടിച്ചത്. കാരണം പുള്ളിയുടെ കൂടെ കടലുകൂടെ കാണുക, അവർക്ക് ഒന്നും വേണ്ട, ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ല, പിന്നെ പുള്ളിയുടെ കൂടെ നടക്കുന്നതിനകത്ത് കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹം അന്നതാ മനസ്സിലാക്കിയത്. സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ വിജയിക്കാതെ പോയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അത് സവർണരും അല്ലെങ്കിൽ സമ്പന്നരും മാത്രം കൈയാളിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് സാധാരണക്കാരനും ദളിതനും വന്നു കഴിഞ്ഞാൽ സമരം പിന്നാർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ആശയം പുള്ളിയുടെ പുറകിലുണ്ട് ആ രാഹുൽ ഗാന്ധി. അത് വിജയിക്കുമെന്ന് കണ്ടാൽ അയാൾ ആ പ്രക്ഷോഭമായിട്ട് ഇറങ്ങും. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ്റിന് ഒത്തിരി ബുദ്ധിമുട്ടും വരും. അപ്പം അത് ഇല്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ അകത്തെ ഒരു കൺഫ്യൂഷൻ.
ഇതേത് രീതിയിൽ ഇതും ഇതിനു മുമ്പുള്ള എന്തായാലും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. ഇയാൾ പൊട്ടനാണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നവന്മാർ അത്ര പൊട്ടന്മാരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. അപ്പം ഏത് സമയവും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെ കൂടി അതിന് മുദ്രാവാക്യമോ ന്യായമോ അന്യായമോ ഒന്നും ഒരു പ്രശ്നമല്ല. അതങ്ങ് ധരിപ്പിക്കുന്നതിനകത്ത് ന്യായം, ഇന്നതാ ന്യായം, ഇന്ന രീതിയിൽ അങ്ങ് പറയുകയാണ്. ഇപ്പം തന്നെ കർഷക ബില്ല് അങ്ങനെയല്ലായിരുന്നല്ലോ, ഏറ്റവും ന്യായമായ ബില്ല് ആര് കേട്ടാലും വായിച്ചു നോക്കിയാലേ ഇത്. എന്നിട്ട് ആ ബില്ലിനെ വ്യാഖ്യാനിച്ച് എങ്ങനെ അപ്പോൾ ആ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് സമരങ്ങൾ കലാപത്തിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവരാക്കും. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇത് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളീ പറഞ്ഞതുപോലെ പാടാണ് കാര്യങ്ങൾ, പക്ഷേ വളരെ സൂക്ഷിച്ച് ഗവൺമെൻറ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ മോദിയും അമിത്ഷായും ഒക്കെ എല്ലാ സമരങ്ങളും എവിടെ പൊളിക്കുന്നു അതുപോലെ ഇപ്പോഴത്തെ സമരങ്ങൾ ഓരോ ദിവസവും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി ഒരു ടൂൾ മാത്രം, എന്ന് വെച്ചാൽ ഫ്രണ്ട് നിൽക്കുന്ന ഒരാൾ മാത്രം. വേറെ വലിയ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.